ഇത് ചാ സാ സൂൺ. ഇന്നിപ്പോൾ ഇവർ ഒരു ദേശീയ സെലിബ്രിറ്റിയാണ്. ആത്മവിശ്വാസം മാത്രം കൈമുതലായുള്ള ഈ ദക്ഷിണ കൊറിയക്കാരുടെ ജീവിതകഥ ആരെയും അമ്പരിപ്പിച്ചേക്കാം. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ 8-10 തവണ കൊണ്ടെങ്കിലും അത് നേടിയെടുക്കണം, അല്ലെങ്കിൽ പൊതുജനം കളിയാക്കി തുടങ്ങും. നല്ല തൊലിക്കട്ടിയുള്ളവർ പിന്നെയും കുറച്ചു കാലം പൊരുതി നോക്കും. 10-40 പ്രാവശ്യം പയറ്റി വിജയിക്കുന്നവരെയൊക്കെ ഭയങ്കരന്മാരെന്ന് വിശേഷിപ്പിക്കും. എന്നാൽ 959 പ്രാവശ്യം പരാജയം ഏറ്റുവാങ്ങിയ സ്ത്രീയെ എന്തു പറഞ്ഞാണ് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്? ആരെന്തു പറഞ്ഞാലും തെല്ലും കുലുങ്ങാതെ 959 പ്രാവശ്യം ദയനീയമായി പരാജയപ്പെട്ട ഇവർ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതി ഒടുവിൽ വിജയം വരിച്ചു. ചാ സാ സൂൺ എന്ന ഈ സ്ത്രീയെ കണ്ടാൽ നിങ്ങൾ അറിയാതെ നമിച്ചു പോകില്ലേ? ഗിന്നസ് ബുക്കിൽ കയറിപ്പറ്റാൻ വേണ്ടിയൊന്നുമല്ല സൗത്ത് കൊറിയയിലെ സിയോളിൽ നിന്ന് 112 മൈൽ മാത്രം തെക്ക് മാറിക്കിടക്കുന്ന വാഞ്ചു ഗ്രാമത്തിലെ ഈ പിന്നോക്ക വർഗക്കാരി ഇങ്ങനെ കഷ്ടപ്പെട്ടത്. കുറെ കാലമായി തുടരുന്ന പച്ചക്കറി കച്ചവടം തലച്ചുമടായി നടന്നായിരുന്നു നടത്തിയിരുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ കച്ചവടം വണ്ടിയിലാക്കാം. കൃത്യനിഷ്ഠയും കഠിനാധ്വാനവും മാത്രമാണ് ഇവരുടെ മൂലധനം. നന്നേ ചെറുപ്പം മുതലേ പാടത്ത് പണിയെടുക്കേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെ പഠിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവർ രാത്രി കാലങ്ങളിൽ അയൽപക്കത്ത് പോയിരുന്ന് അക്ഷരം എഴുതി പഠിച്ചു. പിന്നെ 15-ാമത്തെ വയസ്സിൽ ഒരു സർക്കാർ സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ ടെസ്റ്റ് എഴുതി ചേർന്നു. പക്ഷേ അത് ഏറെക്കാലം തുടരാനായില്ല. മിഡിൽ സ്കൂളിൽ പോയി പഠിക്കണമെന്ന ചാ സാ സൂണിന്റെ ആഗ്രഹം വെറും സ്വപ്നം മാത്രമായി അവശേഷിച്ചു. മലഞ്ചെരുവിലെ ആ കുഗ്രാമത്തിലൂടെ വല്ലപ്പോഴും പോകുന്ന ഒരു മോട്ടോർ കാർ കാണുമ്പോൾ വലിയ സന്തോഷമാണിവർ. അതോടൊപ്പം തന്നെ ആകാംക്ഷയും. അത് നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ കണ്ണടച്ച് തൊഴുകൈയോടെ മനസ്സിൽ പറയും, ദൈവമേ, എനിക്കും ഒരു നാൾ കാർ ഓടിച്ചിങ്ങനെ പോകാൻ കഴിയണേ എന്ന്. അവളുടെ ഉപബോധ മനസ്സിൽ ഈ ആഗ്രഹം തീവ്രമായി നിലകൊണ്ടു. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇവർ വിവാഹിതരായി. ആ ദാമ്പത്യ വല്യരിയിൽ 4 കുഞ്ഞുങ്ങൾ ജനിച്ചു. താമസിയാതെ ഭർത്താവ് മരിച്ചുപോയി. അതോടെ ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം ചാ സാ സൂണിന്റെ തലയിലായി. അതിരാവിലെ എഴുന്നേറ്റ് പച്ചക്കറികൾ ശേഖരിച്ച് ചന്തയിൽ വിൽക്കാൻ തുടങ്ങി. എന്നിട്ടും തീരാത്ത പച്ചക്കറി വീട് വീടാന്തരം കയറി ഇറങ്ങി വിറ്റു തീർക്കും. എല്ലാം കഴിയുമ്പോൾ രാവേറെയാകും. ഇതൊരു ദിനചര്യയാക്കി മാറ്റി. കാലം ഏറെ കടന്നുപോയി. മക്കളുടെ വിവാഹം കഴിഞ്ഞു, പേരക്കുട്ടികളായി. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരാഗ്രഹം മുട്ടിട്ടു. കാർ ഡ്രൈവ് ചെയ്ത് തൻ്റെ പേരക്കുട്ടികളെ കാഴ്ച ബംഗ്ലാവിലും മറ്റും കൊണ്ടുപോകാം. അതില്ലാത്ത ദിവസങ്ങളിൽ പച്ചക്കറി കച്ചവടം നടത്താനായി വണ്ടി ഓടിക്കാമല്ലോ. പിന്നെ ഒട്ടും മടിച്ചില്ല, ഡ്രൈവിംഗ് ലൈസൻസ് നേടാനായി ഇറങ്ങിത്തിരിച്ചു. ജിയോൺ ബുക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഫീസ് അടച്ചു. വളരെ വേഗം ഇവർ കാർ ഓടിക്കാൻ പഠിച്ചു. ഇനി ഡ്രൈവിംഗ് ലൈസൻസിനായി പരീക്ഷ എഴുതണം. അങ്ങനെ 2005 ഏപ്രിൽ 5 ആദ്യത്തെ ടെസ്റ്റിനിരുന്നു. ഏറെ വിദ്യാഭ്യാസമില്ലാത്ത ഇവർക്ക് റെക്കോർഡ് ചെയ്ത ചോദ്യങ്ങളായിരുന്നു. ആദ്യ പരീക്ഷയിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും തെല്ലും മടിയില്ലാതെ തുടരെ പരീക്ഷയ്ക്കിരുന്നു. അന്നൊക്കെ ആഴ്ചയിൽ 5 ദിവസവും ടെസ്റ്റിന് പോകുമായിരുന്നു. ഇടക്കാലത്ത് റെക്കോർഡ് ചെയ്ത ചോദ്യം എന്ന രീതി മാറ്റി. പിന്നെ എഴുത്തു പരീക്ഷയായി. അതോടെ ചോദ്യവും ഉത്തരവും എഴുതി പഠിക്കാൻ സമയം ഏറെ വേണ്ടി വന്നതിനാൽ ചാ സാ സൂൺ ആഴ്ചയിൽ 2 ദിവസം പരീക്ഷയ്ക്കിരിക്കും. പരിശീലകർക്കും പരീക്ഷ നടത്തിപ്പുകാർക്കും ചാ സാ സൂൺ ഒരു ചോദ്യചിഹ്നമായി മാറി. ആളുകൾ പരിഹാസപൂർവ്വം ഇവരെ നോക്കാനും കളിയാക്കാനും തുടങ്ങി. അതിലൊന്നും തെല്ലും കുലുങ്ങിയില്ല ഈ മുത്തശ്ശി. ആദ്യമൊക്കെ തുടരെ ടെസ്റ്റിനായി എത്തുമ്പോൾ പരിശീലകർക്ക് ഏതോ വലിയ ഭാരം തലയിൽ എടുത്തു വയ്ക്കുന്നത് പോലെയുള്ള അനുഭവമായിരുന്നുവെന്നാണ് പിന്നീട് അവർ സാക്ഷ്യപ്പെടുത്തിയത്. എന്നാൽ പരീക്ഷാർത്ഥിയോട് തെല്ലും ദേഷ്യം തോന്നിയതേ ഇല്ലത്രേ. കാരണം അത്രയ്ക്ക് ആത്മാർത്ഥതയോടെയാണ് ചാ സാ സൂൺ പരിശീലനത്തിന് എത്തിയിരുന്നത്. ടെസ്റ്റ് നടത്തുന്നവരും ദേഷ്യപ്പെട്ടിരുന്നില്ല. പഠിക്കാനുള്ള ആഗ്രഹം നിറഞ്ഞ ഒരു കുട്ടി അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നതാണ് ആ ഉദ്യോഗസ്ഥർ പറയുന്നത്. 50 മിനിറ്റ് സമയമാണ് എഴുത്തു പരീക്ഷയ്ക്കുള്ളത്. 40 ചോദ്യങ്ങൾ. അതിൽ ഒരു ചോദ്യത്തിന് 4 ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതണം. ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കാനായി എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. കുറേ നേരം പരീക്ഷയ്ക്കായി പഠിക്കും. പിന്നെ മാർക്കറ്റിൽ പോയി പച്ചക്കറി വിൽക്കണം. ഇതിനിടയ്ക്ക് കൃത്യസമയത്ത് തന്നെ പരീക്ഷയ്ക്കെത്തണം. ഒരു ബസ് പോയാൽ പിന്നെ 2 മണിക്കൂർ കാത്തു നിൽക്കണം. ഒടുവിൽ 960-ാമത്തെ പ്രാവശ്യം 60% മാർക്കോടെ ഇവർ വിജയിക്കുക തന്നെ ചെയ്തു. ഹുണ്ടായി കാർ കമ്പനി ഇവർക്ക് ഏറ്റവും പുതിയ മോഡൽ നൽകി. അങ്ങനെ ചാ സാ സൂണിന് കുട്ടിക്കാലം മുതൽ ഉപബോധ മനസ്സിൽ വീണ ഒരു കാർ എന്ന മോഹം പൂവണിയുകയും ചെയ്തു. ഇവരുടെ മകൻ പാർക്ക് ഡിയോങ് പറയുന്നത്,
അമ്മ കുട്ടിക്കാലത്ത് തന്നെ ഏറെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നത് കൊണ്ട് ഇതൊന്നും ഒരു പ്രയാസമായി കാണുന്നേയില്ല എന്നാണ്. അമ്മയ്ക്ക് നല്ല മനക്കെട്ടിയാണ്. അവർ ഒരു തീരുമാനമെടുത്താൽ അത് മാറ്റാൻ ആര് വിചാരിച്ചാലും കഴിയുകയുമില്ല. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഹെയർ ഡ്രസ്സിംഗ് കോഴ്സിന് ചേർന്നിരുന്നു. സർക്കാർ സാമ്പത്തിക സഹായം ചെയ്യുന്ന കോഴ്സായിരുന്നു അത്. രാവിലെ കൃത്യം 6 മണിക്ക് യാത്ര പുറപ്പെട്ട് ബസ്സിലും തീവണ്ടിയിലുമൊക്കെയായി ഏറെ യാത്ര ചെയ്തായിരുന്നു പഠിക്കാൻ പോയത്. അതിൽ നിഷ്പ്രയാസം വിജയിച്ചുവെങ്കിലും അവരുടെ പ്രായക്കൂടുതൽ കാരണം ഒരു ബ്യൂട്ടി പാർലറിലും അവർക്ക് ജോലി കൊടുത്തില്ല. അപ്പോഴും അവർ നിരാശയ്ക്ക് അടിമപ്പെട്ടില്ല. അതൊരു സ്കൂൾ ഡിപ്ലോമ കോഴ്സായിട്ടാണ് അവർ കണ്ടിരുന്നത്. ആയ കാലത്ത് പഠിക്കാനായില്ല. ആ കടം ഇപ്പോൾ വീട്ടുകയാണെന്ന മട്ടിലാണ് പഠിക്കാൻ പോയത്. ഇപ്പോൾ ഹുണ്ടായി കാറുകളുടെ ബ്രാൻഡ് അംബാസിഡറാണ് ഇവർ. അതുകൂടാതെ മറ്റു പരസ്യങ്ങളിലും ഇവർ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഈ ദക്ഷിണ കൊറിയൻ മുത്തശ്ശി ലോകത്തിനാകമാനം അഭിമാനമല്ലേ? ഈ മഹത്തായ വിജയം അവരുടെ മനസ്സിൽ നിന്നാണ് വന്നതെന്ന് തറപ്പിച്ചു പറയാനാണ്. ഗുഡ് ബൈ.